ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നതിന് വേണ്ടിയിട്ട് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ കുഞ്ഞിന്റെ പാസ്പോർട്ടിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാനും കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പ്രശാന്തും അതുപോലെ തന്നെ അബിൻ, ഇവർ രണ്ടുപേരാണ് എന്നെ ഗൈഡ് ചെയ്തത്. ഇവരുള്ളത് കൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാനലുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള കുറെ പേരൻസ് ഞങ്ങളോട് പറയാറുണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയപരിമിതി കാരണം നമുക്ക് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ സമയം കാണത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിന് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബർത്ത് രജിസ്ട്രേഷനും പാസ്പോർട്ട് ആപ്ലിക്കേഷനും ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബർത്ത് രജിസ്ട്രേഷൻ്റെ ലിങ്കിൽ പോകുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളെത്തും. താഴെ ഓൺലൈൻ സർവീസിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു സെക്ഷൻ 4 അക്വിസിഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ഡീസൻറ്റ് സെക്ഷൻ 4 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓൺലൈനിൻ്റെ ആ ഫോമിലോട്ട് നമ്മൾ പോകും. പിന്നെ നമുക്ക് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ജർമ്മൻ അതോറിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ പേരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പി, പിന്നെ അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് പേരൻസിൻ്റെ, പിന്നെ ഡിക്ലറേഷൻ ലെറ്റർ നമ്മൾ ഇവിടെ എംബസിയിൽ പോകുമ്പോൾ അവരവിടെ നിന്നൊരു ഫോം തരും. പിന്നെ താഴെ ഇടത്തെ സൈഡിൽ കുഞ്ഞിൻ്റെ ഫോട്ടോയുടെ ആ ഒരു ക്രൈറ്റീരിയയാണ്, പിന്നെ വലത്തെ സൈഡിൽ ഡോക്യുമെൻസിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഫോമിനോടൊപ്പം നമ്മൾ എംബസിയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട മറ്റ് ഡോക്യുമെൻറ്റ്സാണിത്. ഇതിൽ കുഞ്ഞിൻ്റെ ജർമ്മൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ രണ്ടുപേരും അറ്റസ്റ്റ് ചെയ്ത പേരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, റെസിഡൻസ് പെർമിറ്റിൻ്റെ കോപ്പി, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, മെൽഡ് ബെഷേനിക്കം, അതായത് നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ്റെ കോപ്പി, നമ്മുടെയും കുഞ്ഞിൻ്റെയും. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ പോകുമ്പോൾ അവിടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇതെല്ലാം നമ്മൾ രണ്ടുപേരും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇനിഷ്യേറ്റീവ് ആപ്ലിക്കേഷനിൽ പോവുകയാണെങ്കിൽ ബേസിക് കാര്യങ്ങളാണ്: കുഞ്ഞിൻ്റെ പേര്, ജെൻഡർ, ബർത്ത് ഡേറ്റ്, ബർത്ത് പ്ലേസ്, കൺട്രി, ഐഡൻറ്റിറ്റി മാർക്ക് ഉണ്ടെങ്കിൽ ചെയ്തത്, ഇല്ലെങ്കിൽ നണ്ണെന്ന് എഴുതിയാൽ മതി. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിന്നെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ സ്ഥലവും പാസ്പോർട്ടിൻ്റെ എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത്, പാസ്പോർട്ട് നമ്പർ, അതെല്ലാം രണ്ട് പേരൻസിൻ്റെ ചെയ്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, പേരൻസിൻ്റെ രണ്ടുപേരുടെയും സിഗ്നേച്ചർ ഒരു പേപ്പറിലെടുത്തിട്ട് ഒരു ഫോർമാറ്റിലെടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫൈനൽ സബ്മിഷനാണ്. ബാക്കി നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ വച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമല്ല, ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ കാണുന്ന രണ്ടാമത്തെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വെബ്സൈറ്റാണിത്. ഇത് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റാണ്. അതിലാദ്യം കയറി രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ, നമ്മുടെ വീടിനടുത്തുള്ളത് ഫ്രാങ്ക്ഫർട്ടിലെ എംബസി ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, കുഞ്ഞിൻ്റെ പേരും സർനെയിമും ഇമെയിൽ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം സാധാ ഉള്ളതുപോലെ തന്നെ എന്തെങ്കിലും ഹിൻറ്റ് ക്വസ്റ്റ്യൻ കാണും, എന്തെങ്കിലും എളുപ്പത്തിലുള്ള ഒരു ചോദ്യം, അതെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ മെയിലിൽ നമുക്ക് ഒരു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ID-യും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്കി ഫില്ല് ചെയ്യാവുന്നതാണ്. ബാക്കി ഇതുപോലെ തന്നെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനകത്ത് കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ന്യൂ ബോണിൻ്റെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ചെക്ക് ലിസ്റ്റ് ഒരിക്കൽ കൂടി പറയാം. നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത ആ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം, പിന്നെ കുഞ്ഞിൻ്റെ ജർമ്മൻ അതോറിറ്റീസ് പ്രൊവൈഡ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് പേരൻസ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, പിന്നെ പേരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ അറ്റസ്റ്റ് ചെയ്തത്, പേരൻസിൻ്റെ വിസയുടെ അല്ലെങ്കിൽ ഒഫൻഡർ സെറ്റിൻ്റെ അറ്റസ്റ്റ് ചെയ്തത്, പിന്നെ ജർമ്മനിയിൽ മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്ററിൻ്റെ അറ്റസ്റ്റ് ചെയ്തത്, മെൽഡ് ബെഷേനിയം പേരൻസിൻ്റെയും കുഞ്ഞിൻ്റെയും, അതായത് സിറ്റി രജിസ്ട്രേഷൻ അതിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത്,
പിന്നെ ഡിക്ലറേഷൻ ഫോം അത് ഇവിടെ നിന്ന് എംബസിയിൽ നിന്ന് തന്നെ കിട്ടും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ഞാനപ്പോൾ ഈ ഓൺലൈൻ ഫോംസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അത് ഞാൻ ലാപ്പിൽ സേവ് ചെയ്തിട്ട് ഞാനൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഇമെയിൽ അഡ്രസ്സിൽ ഞാൻ അയച്ചിട്ട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഇത് രണ്ടൊന്നും നോക്കണം, എന്ന് വെരിഫൈ ചെയ്യണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം, പിന്നെ കുഞ്ഞിൻ്റെ പാസ്പോർട്ടിൻ്റെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു മെയിൽ ഇങ്ങോട്ട് വന്നു, ഇന്ന ഡേറ്റിൽ ഇന്ന ഡേറ്റ് മീൻസ് മൺഡേ ടു ഫ്രൈഡേയിൽ എപ്പോൾ വേണമെങ്കിലും രാവിലെ ഇന്ന സമയം മുതൽ ഇന്ന സമയത്തിനകം വെച്ച് നിങ്ങൾക്ക് വരാം, വരുമ്പോൾ ഇന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവർ മെയിൽ അയച്ചു. പിന്നെ അവരൊരു അറ്റാച്ച്മെന്റ് ഒരു ഫോൾഡർ കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് ഡേറ്റ്സ് ആണ്. ചില ഡേറ്റുകളിൽ ചില സ്പെസിഫിക് തീയതികളിൽ ഇവരിവിടെ തുറക്കത്തില്ല. കാരണം കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് അവിടെ ഓഫീസിൽ ഇരിക്കുന്നത്. ഈ ദസറ അല്ലെങ്കിൽ ദീപാവലി അതുപോലെ കുറെ ഡേറ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം പോവാൻ. ചില ഡേറ്റുകളിൽ അത് തുറക്കത്തില്ല, ഓഫീസ് ക്ലോസ്ഡ് ആണ്. സോ അത് ജർമ്മൻ നാഷണൽ ഹോളിഡേയ്സ് ആയിരിക്കണമെന്നില്ല, ഇന്ത്യൻ നാഷണൽ ഹോളിഡേ അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇവിടെ അവധി ആയതുകൊണ്ട് അവിടെ അവധിയാണെന്നുള്ളതിൽ പോകരുത്. ആ ഡേറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ സമയത്ത് പോയാൽ മതി. അവിടെ ചെന്നിട്ട് വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്, വലിയ തിരക്കില്ല, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിയും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും, നമ്മൾ അവിടെ ചെന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും കോപ്പി എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ചടുത്തായിട്ട് എന്നൊരു ഷോപ്പുണ്ട്, അവിടെ നമുക്ക് പ്രിന്റ് ഔട്ട്സ് എടുക്കാവുന്നതാണ്. അവിടെ അതിൻ്റെ അകത്തുനിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഇൻ കേസ് എന്തെങ്കിലും കോപ്പീസോ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എടുത്തു തരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പുറത്തൊരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്, 5-10 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഫ്രാങ്ക്ഫർട്ടിലെ ഇന്ത്യൻ എംബസി. 2 ആഴ്ചയ്ക്ക് ശേഷം എനിക്ക് വിളി വന്നു പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ. എന്താ പറയുക, ഒരു നീണ്ട യാത്ര എന്ന് മാത്രമല്ല, ഒരു ഓട്ടം പിടിച്ച യാത്രയായിരുന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്നത് ക്രെഫ്റ്റ് ഞങ്ങളുടെ ഇന്ത്യൻ എംബസി ഫ്രാങ്ക്ഫർട്ടിൽ. അപ്പോൾ ഞാനിപ്പോൾ IC ട്രെയിനിൽ ഓടിപ്പിടച്ച് വന്ന് കുഞ്ഞിൻ്റെ പാസ്പോർട്ടും പിന്നെ ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കിട്ടി. കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ വളരെ സന്തോഷം, അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. 2-ാം മാസത്തിൽ എന്തായാലും കൊള്ളാം. ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും പാസ്പോർട്ടും അതുപോലെ തന്നെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ പ്രോസസ്സ് രണ്ടും നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വച്ചിട്ട് കുഞ്ഞിൻ്റെ എന്താ പറയുക ഔഫന്തൽ സെറ്റിൽ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസ് കാർഡിന് വേണ്ടിയിട്ട് ഇനി അപ്ലൈ ചെയ്യണം. ഇവിടെ ജനിച്ച കുഞ്ഞായതുകൊണ്ട് 4 ആഴ്ചക്കകം തന്നെ ഔഫന്തൽ സെറ്റിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജനുവരി 10 തന്നെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോകാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. കാരണം 13-ാം തീയതി മാളവിൻ്റെ വീടിനടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട്, 17-ാം തീയതി എൻ്റെ ഒരു ഫ്രണ്ട് അശ്വിൻ്റെ കല്യാണമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അമ്പലത്തിൽ ഉത്സവം, ഒരുപാട് നാളായി അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ പങ്കെടുത്തിട്ട്. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നല്ല തണുപ്പായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് ഈ ഒരു പ്രായത്തിലായതുകൊണ്ടാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോകാനാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ അവരെ കൊണ്ട് നാട്ടിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും. മാളവിന് അടുത്ത ഒക്ടോബറിൽ ജോലിക്ക് പോയാൽ മതി. അതുകൊണ്ട് അവരൊരു 5-6 മാസം നാട്ടിൽ കാണും. അപ്പോൾ എന്തായാലും ഈ വീഡിയോസിലെ ഇൻഫർമേഷൻസൊക്കെ ഇവിടെ വന്ന് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ വന്ന് ജനിച്ച കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ.